ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് മലയാളത്തിലെ ഒരു മലയാളം ഫിലിം FTFS കാണുന്നത്. ഒരു ബൈ ചാൻസ് സംഭവിച്ചു പോയതാണ്. അങ്ങനെ ജോഫിൻ ടി ചാക്കോ ഡയറക്റ്റ് ചെയ്ത രേഖാചിത്രം കണ്ടു. സിനിമ ഓവറോൾ പറയുകയാണെങ്കിൽ എൻഗേജിങ് ആണ്. നമ്മളെ കുറച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്യിക്കുന്ന ഒരു സിനിമയാണ്. എൻ്റെ വരെ ഇത് കണ്ടിരിക്കുന്നതിൽ അങ്ങനെ വലിയ വിരോധമൊന്നും തോന്നിയില്ല. ഹുക്ഡായിരുന്നു സിനിമ. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ സെക്കൻഡ് ഹാഫാണ് ഈ സിനിമയുടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു ജോൺറ സാധാരണ ഇപ്പോൾ മലയാള സിനിമയിൽ യങ്സ്റ്റേഴ്സ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് മിസ്റ്ററി ക്രൈം ത്രില്ലറാണല്ലോ. അപ്പോൾ ഏതാണ്ട് അതേ ലെവലിലൊക്കെ തന്നെയുള്ള ഒരു സിനിമയാണ്. കുറച്ച് ഒരു പഴയ കാലത്തിലേക്കും പുതിയ കാലത്തിലേക്കൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു സിനിമ. അത് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ടെക്നിക്ക് അങ്ങനെ മലയാളത്തിൽ അങ്ങനെ അത്ര ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് അങ്ങനെ ആരും ഉപയോഗിച്ച് കണ്ടിട്ടില്ല. ഈ സിനിമയിൽ എന്തായാലും അതിനൊരു സ്കോപ്പ് ഉണ്ട്, അത് യൂസ് ചെയ്തിട്ടുണ്ട്. സ്ലൈറ്റ്ലി ആണ് അങ്ങനെ ഒരു ട്വിസ്റ്റിംഗ് ഹിസ്റ്ററി എന്ന് പറയുന്ന രീതിയിലല്ല, മൊത്തത്തിൽ അങ്ങനെ തോന്നിയില്ല. പക്ഷെ അങ്ങനൊരു ട്യൂക്കിങ് അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് സിനിമയിൽ. അത് ആ പോർഷൻസ് നന്നായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം സിനിമയുടെ ഒരു ഹൈപ്പ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് മലയാള സിനിമയുടെ 80s ഇതിലേക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നു, ഇതിൻ്റെ പ്ലോട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളൊരു വാർത്തയിലാണല്ലോ. അപ്പം കാതോട് കാതോരം എന്ന സിനിമയുടെ ലൊക്കേഷൻ അത് സിനിമയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതി. ഫസ്റ്റ് ഹാഫിൽ സിനിമ സ്ട്രെയിറ്റ് ടു ദ പോയിന്റ് എന്ന് പറയുന്ന പോലെയാണ് ഈ സിനിമയുടെ ഒരു സ്ക്രിപ്റ്റിൻ്റെയും അല്ലെങ്കിൽ ഡയറക്ഷൻ്റെ ഒക്കെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. അതായത് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഹൂഡണിറ്റ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ച് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ, അല്ലെങ്കിൽ കൂടുതൽ ഭയങ്കര സസ്പെൻസ് ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മളെ ഒരു സസ്പെൻസിൻ്റെ ഒരു മുൾമുനയിലൊന്നും നിർത്താതെ സ്ട്രേറ്റ് അങ്ങനെ കഥ പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ്. അത് കുറച്ച് റിഫ്രഷിംഗ് ആണ്. സാധാരണ ഇതുവരെ നമ്മൾ ഈ ഒരു ജോൺറയിൽ കണ്ടുവന്ന പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് കുറച്ച് ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ആയിട്ട് തോന്നാം. അതിലും അങ്ങനെ കഥ പറഞ്ഞു പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഓഡിയൻസ് എന്ന നിലയിൽ ഒരു സിനിമയിലേക്ക്, ഒരു ത്രില്ലർ സിനിമയിലേക്ക് എങ്ങനെ ഹുക്ഡ് ആവുന്നു എന്നുള്ളത് ഒരു ഇത് തന്നെയാണ്. അത് എന്താ പറയുക, ഒരു ടാസ്ക് ആയിട്ടാണ് തോന്നിയത്. പക്ഷെ എനിക്ക് ആദ്യത്തെ ഒരു പോർഷനിൽ സിനിമ പോകുന്ന ഒരു രീതിയിൽ അങ്ങനൊരു എന്താ പറയുക, അങ്ങനൊരു ഫ്ലോയിൽ പോകുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ അതിലത്ര അങ്ങോട്ട് ഫസ്റ്റ് പോർഷനിൽ ഞാൻ അത്ര ഹുക്ഡ് ആയിരുന്നില്ല. എനിക്ക് ആക്ച്വലി സെക്കൻഡ് ഹാഫിലാണ് ഞാൻ ഈ സിനിമ വളരെ ഹുക്ഡായിട്ട് ഇരുന്ന് കണ്ടത്. അതിലാണ് നമ്മളുടെ രേഖ എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പോർഷനിൽ സിനിമയുടെ സ്ക്രിപ്റ്റും അതുപോലെ സിനിമ അതിനെ പിക്ചറൈസ് ചെയ്യുന്ന രീതിയും എനിക്ക് സത്യത്തിൽ നല്ല റിഫ്രഷിംഗ് ആയിട്ടാണ് തോന്നിയത്. രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമയുടെ പ്ലോട്ട് നമുക്ക് കണ്ടുപരിചയമില്ലാത്ത ഒരു സംഭവമൊന്നുമല്ല. ഒരു പാസ്റ്റ് ക്രൈം, അത് കുറച്ച് കൊല്ലങ്ങൾ കൂടുതലുണ്ട്. അതിനെ എങ്ങനെ അതിൻ്റെ ലീഡുകളൊന്നും തന്നെ അത്ര ഒരു എവിഡൻ്റായ ലീഡുകളൊക്കെ ആദ്യത്തെ പോർഷനിൽ തന്നെ സിനിമ നമുക്ക് തരുന്നൊരു ലീഡുണ്ട്. പക്ഷെ അതല്ല, അത് കഴിഞ്ഞ് ഈ ഒരു വിക്ടിമിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സംഭവം റിവീൽ ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് എത്താനായിട്ട് കുറച്ചൊരു ജേണിയുണ്ട്. അപ്പോൾ ആ ജേണി എന്ന് പറയുന്നത് ഒരു മലയാള സിനിമയുടെ 80s കണക്ട് ചെയ്തിട്ടുള്ള ഒരു ജേണിയാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ജോൺ മന്ത്രിക്കുള്ളതുപോലെ രാമു സുനിൽ തന്നെയാണ് കഥ. അപ്പോൾ ആ ഏരിയയിലുള്ള സ്ക്രിപ്റ്റിനൊക്കെ കുറച്ച് ഒരു റീസേർച്ചും ഒരു സ്ട്രെങ്ത്തൊക്കെ ഉള്ളതുപോലെയാണ് തോന്നിയത്. കാരണം അത് ഈ ഒരു സിനിമയിലേക്ക് വളരെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അത് ഈ കഥ പോണ സമയത്ത് ഇങ്ങനെ ഈ കണക്ടിവിറ്റി കുറച്ചൊരു ഇതിനൊരു കുറച്ചും കൂടി ഒരു മിസ്റ്ററി, അല്ലെങ്കിൽ അതിൽ കുറച്ചും കൂടി ഇത്ര സ്ട്രെയിറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു പ്രശ്നം എനിക്ക് തോന്നി. കുറച്ചും കൂടി ഒന്ന് റാപ്പ് ചെയ്തിട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നാവുമായിരുന്നു എന്ന് എനിക്ക് ചില പോർഷൻസിൽ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇതിങ്ങനെ പോണ സമയത്ത് എവിടെ നിന്നൊന്നും ഇല്ലാതെ കുറേ നമ്മുടെ 80s സിനിമയുമായി കണക്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ഇങ്ങനെ
വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ കടന്നു വരുന്ന പോലെയാണ് തോന്നുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് പോകുന്നുമുണ്ട്. ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ലീഡ് ചെയ്യുന്നത് നമ്മുടെ വിവേക് എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് വരുന്ന ആസിഫ് അലിയാണ്. അപ്പോൾ ആസിഫ് അലി കുറേ നാളുകളായിട്ട് ഇങ്ങനെ പോലീസ് വേഷങ്ങളിൽ ഇങ്ങനെ വളരെ യൂസ്ഡ് ആണ്, അറിയാലോ. അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഈസിനെസ് ആസിഫിൻ്റെ ആക്ടിങ്ങിലുണ്ട്. പിന്നെ ഞാൻ വളരെ നോട്ട് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമയിൽ അങ്ങനെ വലിയൊരു ഒരു വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ എക്സ്പ്രഷൻസ് ഒന്നും ആസിഫിന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ക്യാരക്ടറിൻ്റെ തുടക്കം തൊട്ട് എൻഡ് വരെ ഈ വിവേക് എന്ന് പറഞ്ഞ ഈ ക്യാരക്ടറിനെ ആസിഫിന് ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലൊരു സിനിമ ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ സിനിമാറ്റിക് ആക്കുക, ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സിനിമാറ്റിക് ആക്കുക എന്ന് പറഞ്ഞ ഒരു സംഭവം വളരെ ചെറിയ പോർഷൻസിൽ കൊണ്ടുവന്നിട്ടുള്ളൂ. ഒരു സിനിമയുടെ ഒരു ആവശ്യമായിട്ട് കണ്ട് നമുക്ക് അത് ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അംഗീകരിക്കാവുന്നതാണ്. അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാവരും വളരെ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ക്യാരക്ടർ ഇതാണ്, നമ്മളൊരു ക്യാരക്ടർ നമ്മുടെ മനസ്സിലേക്ക് കടക്കുന്ന രീതിയിൽ ഒരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുക എന്നുള്ള ഒരു പ്രസൻറ്റേഷനിലല്ല ഈ സിനിമ പോകുന്നത്. ചില ക്യാരക്ടേഴ്സൊക്കെ സംസാരിക്കുന്നത്, ഇപ്പോൾ മേഘ തോമസിൻ്റെ ഒരു നൺ ക്യാരക്ടർ, അവരൊക്കെ സംസാരിക്കുന്നു, അത് കുറച്ച് ഒരു ആർട്ടിഫിഷ്യാലിറ്റി, അങ്ങനത്തെ ചില സീനുകളിലൊക്കെ ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട് ചില പഴയ കാര്യങ്ങൾ കാണിക്കുന്നതിൽ. അതുപോലെ നമ്മളുടെ സലീമ അറിയാലോ, നഗക്ഷതങ്ങളിൽ സലീമ ഇതിൽ അഭിനയിക്കുന്നുണ്ട്. ചെറിയ സീനാണ്, പക്ഷെ അതിലൊക്കെ അവരുടെ ഇത്രയ്ക്കും അതായത് അവരുടെ തന്നെ ഒരു പാർട്ട്ണറായിട്ടുള്ള ആളിനെ കാണിക്കുമ്പോൾ മനോജ് കെ ജയൻ്റെ ഇത് കാണിക്കുന്നത്, മനോജ് കെ ജയൻ വളരെ യങ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സിനിമയിൽ വളരെ നല്ലൊരു പ്രൊഫൈലിലാണ് നിൽക്കുന്നത്. അതേ കാലഘട്ടത്തിലുള്ള മറ്റൊരു ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ അവരൊരു ഗ്രാൻഡ്മ പോലെ ഇരിക്കുന്ന പോലെ തോന്നിയ സിനിമയിലൊരു വലിയൊരു ഡ്രോബാക്കായിട്ട് ഫീൽ ചെയ്തിരുന്നു. അത്തരം ചില ആർട്ടിഫിഷ്യാലിറ്റികൾ ചില ചെറിയ സ്ഥലങ്ങളിലുണ്ട്. അത്ര വലിയൊരു പ്രശ്നമായിട്ടൊന്നും പറയുന്നതല്ല, എന്നാലും അങ്ങനത്തെ കാര്യങ്ങൾ ഇടയ്ക്ക് ചില സമയങ്ങളിൽ നമുക്ക് തോന്നിയിരുന്നു. പിന്നെ ഇതിൽ മമ്മൂട്ടീനെ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതിയുണ്ട്. മമ്മൂട്ടീനെ നിങ്ങൾക്ക് കാണാം, അതെങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. എസ്പെഷ്യലി അപ്പു പ്രഭാകരൻ്റെ ക്യാമറ, ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഡിഫറൻസ് ഏതാണ്ട് ഒരു 40 years ഡിഫറൻസ് ഉള്ള കാലഘട്ടങ്ങളാണ്. അപ്പോൾ അത് ഫീച്ചർ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ അത് പൊർട്രേ ചെയ്തിരിക്കുന്നതിൽ ക്യാമറയ്ക്ക് നല്ല റോളുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നിയൊരു കാര്യമാണ് ഈ കാലഘട്ടങ്ങൾ പിക്ചറൈസ് ചെയ്യുന്നതിൽ മുജീബ് മജീദിൻ്റെ മ്യൂസിക്. അത് നന്നായിട്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ തന്നെ കറക്റ്റായിട്ട് അതിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ഇതിൽ ആക്ടിങ്ങിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഈ സിനിമയുടെ ഏറ്റവും പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ അനശ്വര രാജിൻ്റെ അഭിനയം തന്നെയാണ് കേട്ടോ. കാരണം വെച്ചാൽ ഒരു പഴയ, അതായത് നമുക്കൊരു നോസ്റ്റുള്ളൊരു സമയത്തേക്ക് ഒരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുമ്പോൾ പലപ്പോഴും പലരും അതായത് ഇപ്പോഴത്തെ ഒരു ജെൻസി ആക്ടേഴ്സോ അവർക്ക് കുറച്ച് മിസ്ഫിറ്റ് ആവാറുണ്ട്. അങ്ങനെ ആ കാലഘട്ടത്തിലേക്ക് അവർ ഫിറ്റ് ആവുന്ന പോലെ നമുക്ക് തോന്നില്ല സ്ക്രീനിൽ കാണുമ്പോൾ. പക്ഷേ അനശ്വരയ്ക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ, രേഖ എന്ന് പറഞ്ഞ ഈ ക്യാരക്ടറിനെ തന്നെ ഫീച്ചർ ചെയ്ത് വരുമ്പോൾ ശരിക്കും അനശ്വര വളരെ റിഫ്രഷിംഗ് ആയിട്ടാണ് ഈ ക്യാരക്ടറിനെ സ്ക്രീനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്കങ്ങനെ ആ പോർഷൻസാണ് എനിക്ക് ഏറ്റവും അധികം സിനിമയിൽ സെക്കൻഡ് ഹാഫിൽ ഇഷ്ടപ്പെട്ടത്. കാരണം അതായത് നമുക്കൊരു ക്രിഞ്ചൊന്നും ഫീൽ ചെയ്തില്ല. ഭയങ്കര നമ്മളിങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു എന്താ പറയുക, ആ ക്യാരക്ടർ വളരെ ഡൈ ഹാർഡായിട്ടുള്ളൊരു മമ്മൂട്ടി ഫാൻ, അങ്ങനെ
അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളും ആ കാലഘട്ടത്തിൽ അത്രയും പഴയ ഒരു കാലഘട്ടത്തിൽ ഒരു 40 വർഷങ്ങൾക്ക് മുന്നോട്ടൊക്കെ എങ്ങനെ ഒരു ഡൈ ഹാർഡ് ഫാൻ, മമ്മൂട്ടി ഫാനൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്ലിപ്പ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. നമ്മളിത് ആക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നായാലും നമ്മൾ പല കാര്യങ്ങൾ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഷോട്ടുകളൊക്കെ കാണിക്കുമ്പോഴേ, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നല്ല രീതിയിലാണ് അനശ്വര ഈ ക്യാരക്ടറിന് ഡീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ അനശ്വര കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ഒരു ക്യാരക്ടറിൽ ഒരു പഞ്ചുള്ളതായിട്ട് തോന്നിയത് നമ്മുടെ സെറിൻ ഷിഹാബിനെയാണ് കേട്ടോ. അവർ ചെയ്യുന്ന ക്യാരക്ടറിൽ അവർ നന്നായിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആട്ടം കഴിഞ്ഞതിന് ശേഷം സെറിൻ എല്ലാവർക്കും അറിയാം. അപ്പം ഇതിൽ ക്യാരക്ടർ കുറച്ച് അണ്ടർ റേറ്റഡ് ആണ്. കാരണം ക്യാരക്ടറിന് കുറച്ചും കൂടി ഒരു പ്രോമിനൻസ് കൊടുക്കാൻ പറ്റുന്നൊരു ക്യാരക്ടറായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷെ അതൊരു അത്തരം ഒരു സംഭവം സ്ക്രിപ്റ്റിലില്ല. പക്ഷെ എന്നാലും ഉള്ള പോർഷൻസ് വളരെ നന്നായിട്ട് പിന്നെ അഭിനയിച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യിക്കാനായിട്ട് സെറിന് പറ്റിയിട്ടുണ്ട്. പിന്നെയുള്ള ആക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ശ്രീകാന്ത് മുരളിക്ക് കുറച്ച് പ്രോമിനൻസ് കൊടുത്തിട്ടുള്ളൊരു സിനിമയാണിത്. 2 കാര്യങ്ങൾ നന്നായിട്ട് തോന്നി. ഒന്ന്, നമ്മളുടെ ജോൺ പോളിന് നല്ല രീതിയിലുള്ളൊരു ഒരു സ്പേസ് സിനിമയുടെ ഉള്ളിൽ ജോൺ പോളിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ജോൺ പോളിൻ്റെ കോൺവെർസേഷൻ നമുക്കറിയാലോ, നമുക്ക് എത്ര കേട്ടാലും മതി വരാത്തൊരു തരം പ്രസൻറ്റേഷനാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങളും അത് സിനിമയിൽ കണക്റ്റഡ് ആവുന്നൊക്കെ ഒരു രസമായിട്ട് തോന്നി അതിൻ്റെ ഒരു സംഭവം. പിന്നെ വേറൊരു കാര്യം നോട്ട് ചെയ്തത്, ഇപ്പോൾ കാതോട് കാതോരത്തിൻ്റെ സെറ്റ് ഇതിൽ റിക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ രേഖാചിത്രത്തിൽ. അപ്പോൾ അതിൽ ഡയറക്ടർ ഭരതൻ അതിൽ ഡയലോഗ്സ് ഒന്നുമില്ല, ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കാണിക്കുന്നത് പിന്നെ അതിൽ ഭരതനായിട്ട് അഭിനയിക്കുന്നത് നമ്മളെ KB വേണുവാണ്. അപ്പോൾ KB വേണുവിൻ്റെ ആ ഒരു പ്രൊഫൈല് ഭരതനുമായിട്ട് നന്നായിട്ട് ഒരു മിക്സായിട്ട് പോകുന്ന പോലെ സ്ക്രീനിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ അതാണ് രേഖാചിത്രത്തെക്കുറിച്ചിട്ടുള്ള എൻ്റെ ഒപ്പീനിയൻ. അപ്പോൾ എന്താ പറയുക, വേറെ ഒന്നും പറയാനില്ല. നമുക്ക് അടുത്ത സിനിമയൊക്കെ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.